ഹായ് ഹലോ ഞാനൊരു നൈറ്റി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. ഇത് നൈറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഓരോ പാർട്ട് ഇത് സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് സ്ലീവ്സിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വെക്കേണ്ട ഭാഗമാണ് ഇതിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് പൈപ്പിംഗ് ഇട്ട് കൊടുക്കണം. ആ രണ്ട് സൈഡിൽ കട്ടിങ് വരുന്ന ആ രണ്ട് സൈഡ് പൈപ്പിംഗ് ഇടണം. അപ്പോൾ പൈപ്പിംഗ് ആണ് ഇത്. ഈ വൈറ്റ് സാധനമാണ് ആ പൈപ്പിംഗ് ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ഭാഗമില്ലേ കട്ട് ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊടുക്കുന്നതാണ്. ആ പൈപ്പിങ്ങിൻ്റെ ഭാഗം കുറച്ച് ടൈറ്റിൽ നല്ല ഇതാക്കിയിട്ട് പിടിക്കണം. അപ്പോൾ മാത്രമാണ് ആ പൈപ്പിംഗ് നല്ല റൗണ്ട് ഉരുണ്ട ടൈപ്പിലായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ആ തുണി നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സി സ്റ്റിച്ചിങ് വീട്ടമ്മമാർക്ക് ഒരു നല്ല വരുമാന മാർഗ്ഗമാണ്. അതായത് വീട്ടിലെല്ലാ ജോലിയും ചെയ്തിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈം ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്കിങ്ങനെ മാക്സി സ്റ്റിച്ച് ചെയ്തിട്ട് ചിലയിടത്തെല്ലാം ഉണ്ട് മാക്സി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ എൻ്റെ നാട്ടിലുണ്ട്. പിന്നെ മാക്സി വീട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ ഇങ്ങനെ മാക്സി സ്റ്റിച്ച് ചെയ്തിട്ട് വീട്ടമ്മമാർക്കെല്ലാം ഇൻട്രസ്റ്റ് ഉള്ളവർ അവരോട് പറഞ്ഞ് അവർ സ്റ്റിച്ച് കട്ട് ചെയ്ത മെറ്റീരിയൽ തരും. ആദ്യം അവരൊന്ന് നമുക്ക് പഠിപ്പിച്ച് തരും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് പഠിപ്പിച്ച് തന്ന ശേഷമാണ് പിന്നെ നമുക്ക് നെറ്റി മെറ്റീരിയൽ തരും. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മാക്സിക്ക് 20 രൂപ അങ്ങനെ എത്രയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 5-10 മാക്സിയൊക്കെ അടിക്കുമ്പോൾ വീട്ടമ്മമാർക്ക് അത് നല്ലൊരു വരുമാന മാർഗ്ഗമല്ലേ. അപ്പോൾ അവർക്ക് ഒരു ഇൻഡിവിജ്വലി ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല മാർഗ്ഗമാണ് ഈ നൈറ്റി സ്റ്റിച്ചിങ്. വളരെ എളുപ്പമാണ്. ഈ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കുറച്ചൊന്ന് ടഫായിട്ട് വരുന്നത്. അതായത് ഈ പൈപ്പിംഗ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പൈപ്പിംഗ് ഇല്ലാത്തതെല്ലാം കുറേ മോഡൽ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ളത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു പോർഷൻസ് വന്ന് പൈപ്പിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതല്ലേ. ഇത് മാത്രം കുറച്ച് ടഫ്. പിന്നെ ബാക്കി ഒരു പോർഷൻസ് ഒരു ടഫും ഇല്ല. ഇത് തന്നെ ഒരു 2 ദിവസം കൊണ്ടൊക്കെ നല്ല ക്ലിയർ ആവുന്ന ആൾക്കാരുണ്ട്. അതിനുശേഷം നമുക്കൊരു 10-20 മാക്സിയൊക്കെ ഒരു ഡെയിലി അടിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് താഴെ പൈപ്പിംഗ് ഇട്ട ശേഷം ആ കഴുത്ത് വരുന്ന ആ പാർട്ടും കൂടി പൈപ്പിംഗ് ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ താഴത്തെ പാർട്ട് പൈപ്പിംഗ് ഇട്ട് കൊടുത്തു. ഇനി മുകളിലെ പാർട്ടും അതുപോലെ തന്നെ നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് നമ്മൾ പിന്നെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത പോർഷൻസ് അനുസരിച്ച് ക്ലിയർ ആയിട്ട് ആ പൈപ്പിങ്ങിൻ്റെ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ വീട്ടമ്മമാർക്ക് നല്ലൊരു ഏണിങ്സ് ആണ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ. പിന്നെ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മാക്സിൻ്റെ നെറ്റിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. മെറ്റീരിയലിന് ചെറിയ പൈസയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ വീഡിയോസ് എല്ലാം നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ വീട്ടമ്മമാർക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇൻഡിവിജ്വലി ഏണിങ്സ് ഈ കാലങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നതല്ലേ നല്ലത്. ഹാപ്പിയായി നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാമല്ലോ. എല്ലാ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മാക്സി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. എൻ്റെ ഒരു കസിനാണ് അവളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ആർക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് കൊടുത്ത പാർട്ട് ഒരേ പോർഷനിൽ അത് അടിച്ചെടുക്കണം. അവിടെ ഒന്നും കട്ടൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളത് പിന്നെ പൈപ്പിംഗ് ഇട്ട ഭാഗങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 സെപ്പറേറ്റ് പാർട്ടാക്കി കൊടുക്കുന്നതാണ്. സെപ്പറേറ്റ് പാർട്ടായ ശേഷം നമ്മൾ ആ ബ്ലാക്കില്ലേ അത് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒന്നും കൂടി അടിക്കണം. അതായത് കഴുത്തിൻ്റെ ആ പാർട്ടൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പൈപ്പിംഗ് മാത്രമേ പുറത്ത് കാണാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സൈഡും ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ മടക്കി വെച്ചിട്ട് അടിക്കണം. ഇനിയിപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗം പൈപ്പിംഗ് ഒക്കെ ഇട്ട് അവിടെ ക്ലിയർ ആക്കി വെച്ചില്ലേ. ഇനി അത് നമുക്ക് മാക്സി മെറ്റീരിയൽ പിന്നെ കൂട്ടി യോജിപ്പിക്കണം. അതിനെന്ന് വെച്ചാൽ നമ്മൾ മാക്സി മെറ്റീരിയൽ സ്ലീവ്സ് ആയിട്ട് യോജിപ്പിച്ചിട്ട് സെൻട്രൽ ഭാഗത്ത് മടക്കിയെടുക്കും. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ നല്ല ലൈൻ ക്ലിയർ ആയിട്ട് മടക്കുമ്പോൾ ഈ സെൻട്രൽ ഭാഗത്ത് ലൈൻ വരും. ആ ലൈൻ പോർഷൻസ് നമ്മൾ കട്ടിങ്ങിൻ്റെ എൻഡിങ്ങിലുള്ള ഭാഗവും ആ ലൈൻ പോർഷൻസ് കറക്റ്റ് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് അതായത് കഴുത്തിൻ്റെ ഭാഗം തൊട്ടിട്ട് താഴത്തേക്ക് ഷോൾഡർ അടിച്ചു കൊടുക്കുക. അത് കറക്റ്റ് വെച്ച് അടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ടാവില്ല. ആദ്യമായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ അടിച്ച് പ്രാക്ടീസ് ആകുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഈ കഴുത്തിൻ്റെ ഭാഗം മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടൂ. ബാക്കിയുള്ള ഭാഗം കുഴപ്പമില്ലാണ്ട് അടിക്കാം. സ്ലീവ്സൊക്കെ എളുപ്പത്തിൽ വെക്കാം. പിന്നെ സൈഡ് ജസ്റ്റ് യോജിപ്പിക്കുക അല്ലേ വേണ്ടു. അപ്പോൾ നമ്മൾ ഈ ആദ്യം തന്നെ എന്താക്കും ആ സൈഡ് ഭാഗത്ത് പൈപ്പിംഗ് ഇട്ടത് എന്താക്കും മാക്സ് മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല ടൈറ്റിൽ ഉള്ളിൽ വെച്ചിട്ട് അമർത്തി പിടിച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നവർ ചിലപ്പോൾ ഈ നൈറ്റി സെപ്പറേറ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കൽ കുറവായിരിക്കും. അപ്പോൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നവർ മാത്രം വേറെ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഷോപ്പിലൊക്കെ കൊടുക്കാൻ നല്ലൊരു ബിസിനസ് ട്രിക്കും കൂടിയാണ്. ഇപ്പോൾ സീസൺ ടൈമൊക്കെ ആകുമ്പോൾ പിന്നെ നൈറ്റിക്ക് ഓൾമോസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരുപാട് മോഡൽ നൈറ്റീസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ കഫ്താനി ടൈപ്പ് ഒന്നും ഇതുപോലെ ടഫായിരിക്കില്ല. ഒരുപാട് നല്ല ഈസി ടൈപ്പ് ആയിരിക്കും. ഒരേ മെത്തേഡ്സ് തന്നെ മാക്സി സ്റ്റിച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഫ്രണ്ട് പോർഷൻസ് ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ ഇട്ട് വരുന്നതാണ് കുറച്ചും കൂടി ടഫ് ഉണ്ടാവുക. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൽ നിന്ന് ആ കഴുത്തിൻ്റെ ഭാഗം അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സിബ് വരുന്ന ഭാഗമില്ലേ അത് എത്രയാണോ അളവ് അതനുസരിച്ചിട്ട് അതും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിബ് സെൻറ്ററിൽ കട്ട് ചെയ്തില്ലേ അവിടെ ചെറുതായിട്ട് ജസ്റ്റ് ഒരു മടക്ക് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് നൂലിങ്ങനെ വരും. അതുകൊണ്ടാണ് അത് ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് സിബ് വെച്ചിട്ട് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഭാഗം ഏകദേശം ഇവിടെ ക്ലിയർ ആയി. ഇനി അവിടെ ഒരു കവർ ചെയ്യുന്ന ഒരു മെറ്റീരിയലും കൂടി വെച്ചാൽ നമ്മളെ മാക്സിയുടെ ഫ്രണ്ട് ഭാഗം ക്ലിയർ ആവും.
ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ മാക്സി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നവരോ അങ്ങനെയുള്ളവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതിൻ്റെ പോരായ്മകളോ എന്തൊക്കെ ഉണ്ടെങ്കിലെല്ലാം അഭിപ്രായങ്ങളിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പീസ് മെറ്റീരിയൽ എടുത്തിട്ട് അത് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് സിബ് ഭാഗം കവർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി അത് കവർ ചെയ്ത് അടിച്ചു കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് മടക്കി വെച്ചിട്ട് ആ സെൻറ്ററും കൂടി കവർ ചെയ്യണം. എന്നാൽ മാത്രമേ അതൊരു ക്ലിയർ ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ താഴെ ജസ്റ്റ് മടക്കിയിട്ട് ആ അറ്റം കാണാത്ത വിധത്തിൽ ഉള്ളിലേക്ക് മടക്കി അടിച്ചിട്ട് നമ്മളെ ഫ്രണ്ട് പോർഷൻസ് ഇവിടെ ക്ലിയർ ആവും. എന്ത് ഡ്രസ് ചേഞ്ചസ് വന്നാലും ഫാഷൻ വന്നാലും കേരളത്തിലുള്ളവർക്ക് നൈറ്റിനോട് ഒരു ഇമ്പ്രഷൻ അല്ലേ, അവർക്ക് അത് ഒരു കംഫർട്ടാണ്. പ്രത്യേകിച്ചിട്ട് വീട്ടമ്മമാർക്ക് അതിനോടൊരു ഇഷ്ടം വേറെ തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ മെറ്റീരിയൽ എടുത്തതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ബാക്ക് ഭാഗം ഇപ്പോൾ ഫ്രണ്ട് ഭാഗമല്ലേ നമ്മൾ അടിച്ച് ക്ലിയർ ആക്കിയത്, അതിന് ബാക്ക് ഭാഗം അടിക്കണം. നൈറ്റിൻ്റെ ബാക്ക് ഭാഗത്തെ കഴുത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ ക്രോസ് ആക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ നമ്മളിത് മടക്കിയിട്ടാണ് നൈറ്റിയുടെ ബാക്ക് ഭാഗം വെച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഈ വീഡിയോ കാണുമ്പോൾ ക്ലിയറായി മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻസിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്ക് ഭാഗം ഞാനിപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതല്ലേ, അത് കട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച മെറ്റീരിയൽ അതിന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് നല്ല കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ ഫ്രണ്ടിൽ നേരത്തെ തേച്ച് വെച്ച മാക്സിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതും തമ്മിൽ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കേണ്ടത്. ഈ ഒരു പാർട്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പിന്നെ എല്ലാം ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ചുരിദാറൊക്കെ അടിക്കുന്നത് പോലുള്ള ഇതുപോലെ തന്നെയാണ്. സ്ലീവ്സ് പിന്നെ നമ്മൾ ചുരിദാർ അടിക്കുമ്പോൾ സെൻറ്റർ ഭാഗത്തു നിന്നല്ലേ തുടങ്ങുന്നത്. പക്ഷേ നൈറ്റിക്ക് അങ്ങനെയല്ല, നോർമലി നമ്മൾ അറ്റത്തു നിന്ന് തന്നെ തുടങ്ങുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇത് കുറച്ചെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്ക് ഭാഗം ഒരു പീസ് വെച്ച് അടിച്ചില്ലേ, അത് നെറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി തമ്മിൽ ഉള്ളിൽ വെച്ചിട്ട് അതായത് നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് പിന്നെ നെറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം തമ്മിൽ ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ചെയ്ത് വരുമ്പം സ്പീഡായിട്ട് ചെയ്യാം. ഒരു 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിൽ പഠിക്കാം. എന്നിട്ട് നമുക്ക് തന്നെ മെറ്റീരിയൽസൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് നമ്മളെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന നൈറ്റീസ് തന്നെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൽ തന്നെ നമുക്ക് നല്ല ഏർണിങ്സ് ഉണ്ടാക്കാം. അത്ര മെറ്റീരിയൽസ് റേറ്റ് അത്രയല്ലേ വരുന്നുള്ളൂ. സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ ഒരുപാട് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അപ്പോൾ നമ്മൾ മാക്സിൻ്റെ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. അതായത് ഫ്രണ്ട് പോർഷൻ കഴുത്തിൻ്റെ പോർഷൻസൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ്സാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കാം. ഞാനിതിൽ സ്ലീവ്സ് വെക്കുന്നതാണ്. അത് തുടക്കുന്നത്. സ്ലീവ്സ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയാണ് നീറ്റിൻ്റെ സ്ലീവ്സ് വെക്കുക. നിങ്ങൾക്ക് സ്ലീവ്സിൻ്റെ അളവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് പീസ് ഇട്ട് കൊടുത്തിട്ടാണ് സ്ലീവ്സിൽ വെക്കുക. ഇത് നമ്മൾ ടോപ്പിൽ സ്ലീവ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ്, തമ്മിൽ യോജിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇത് സ്ലീവ് വെച്ച് ഇനി നമുക്ക് ഫൈനലായിട്ട് സൈഡ് കൂടി ഒന്ന് യോജിപ്പിക്കുക. സൈഡ് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി താഴെ ഭാഗത്തൊന്ന് മടക്കി അടിച്ചാൽ നമ്മളെ നെയ്റ്റി ഇവിടെ റെഡിയാണ്. നല്ല ഈസി അല്ലേ, അത് അത്ര ടഫൊന്നും ഇല്ലല്ലോ. ആദ്യത്തെ ഫ്രണ്ട് ഭാഗം മാത്രമേ കുറച്ച് ടഫായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. നെയ്റ്റിൻ്റെ ഫൈനലിലെത്തി നമ്മളിപ്പോൾ. താഴെ ഭാഗത്ത് മടക്കി അടിച്ചു കൊടുക്കുന്നതാണ് ഇത്. അപ്പോൾ താഴെ ഭാഗം നമുക്ക് ചെറുതായിട്ട് മടക്കി അടിക്കുക. എത്രയാണോ സൈസ് അനുസരിച്ചിട്ട് മടക്കി അടിക്കുക. അപ്പോൾ നമ്മുടെ നെയ്റ്റി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് പറയുക. ജന്ന ഇംബാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ഗുഡ് ഡേ ആശംസിക്കുന്നു.